ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മോർണിംഗ് ഉണ്ട് കേട്ടോ. ഈ വാതിൽ എവിടത്തെയാണെന്ന് ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഇത് ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സാണ്. ഞാൻ എന്തിനായിരിക്കും ഫോറസ്റ്റിൽ താമസിക്കുന്നത്? വെറുതെ അല്ല, എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോറസ്റ്റ് ജീവനക്കാരനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പിന്നെ ഈ പതിവ് പിടിച്ച ഓട്ടം എങ്ങോട്ടായിരിക്കും എന്നല്ലേ? കോളേജിലേക്കാണ്. പോരാത്തതിന് ഞാനൊരു അധ്യാപിക കൂടിയാണ്. പക്ഷേ അധ്യാപനം പാതി വഴിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ നിയമപരമായ കാര്യങ്ങൾ പഠിക്കാനാണ് പോയത്, പ്രാക്ടീസിൽ കേട്ടോ. അതുകൊണ്ട് വക്കീലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വക്കീലിൻ്റെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നിസ്സാരക്കാരൊന്നുമല്ല. പിന്നെ PhD സ്വന്തമായിട്ട് എനിക്കുണ്ട്. ഡോക്ടർ കവിത എന്നാണ് എല്ലാവരും എന്നെ അറിയപ്പെടുന്നത്. കഴിവേ ഭയങ്കരവാ. പിന്നെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഇതെപ്പോൾ നിൽക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. രാവിലെ കുറേ പണി ചെയ്ത് ഒറ്റ കൊച്ചേ ഉള്ളൂ, എന്നാലും എന്തൊക്കെ കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യണം. അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം. ഇതാ നടന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നിർത്തുമോയെന്ന് അറിയത്തില്ല, നോക്കാം. ചേട്ടൻ്റെ മനസ്സിൽ കൊള്ളാൻ കൊള്ളാം. ഇനി കയറി ബസ് പിടിക്കാനുള്ള തിരക്കിലാണ്. പാതിവഴിയിൽ തേക്കുടിയിലെ കാഴ്ച കാണിച്ചു തരാം. തേക്കുടിയിലെ സൈഡിലാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെ കൂടെ കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ബസ് പോലും ചേട്ടാ. കുമ്മണി ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അതിൻ്റെ വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുമ്മണി ഈ തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് തന്നെ കുറേ തമിഴ് കൾച്ചറും കൂടെ നമുക്ക് കാണാം. എല്ലാവരും പുലരുന്ന ഓക്കെ പുലരുന്ന കാഴ്ച. കറക്റ്റ് മലയാളം എനിക്കറിയില്ല, നമ്മൾ പറഞ്ഞു. ഓട്ടോ വണ്ടിന് നിർത്തിയിട്ടുണ്ട്. സൈഡിൽ കൂടെ ഏതോ ഒരു വണ്ടി. നമ്മുടെ കേട്ടോ, തമിഴ്നാട്ടിലെ നിസ്സാരക്കാരനല്ല. ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട് അതിരിക്കുക. അപ്പം മലയാളികൾ മാത്രം അല്ല, രണ്ടും കൾച്ചറിലുള്ള ആൾക്കാരുണ്ട്. അപ്പം അവിടെ തന്നെയാണ് പോകുന്നത്. അതിൽ കയറിയ നമുക്ക് തമിഴ്നാട്ടിൽ പോകാം. ഒരു മണിക്കൂർ എത്ര വരുമല്ലോ ദൂരം. അത് ഉള്ളിലാണെങ്കിൽ നിഗമനം. നമ്മുടെ വണ്ടി വരുന്നിടം വരെ നമ്മൾ ഇവിടെ കാര്യമില്ല. ഈ ഇടുങ്ങി വഴികൾ നടക്കുന്നില്ല. ബസ് എന്തുവരെ കുറച്ചുകൂടെ പുരോഗമനം എനിക്കിവിടെ. ഇനി ആ കാണുന്നത് അമ്പലമാണ്, കുമ്പളി അമ്പലം. ഞാൻ പോകാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് പോകാൻ സമയമില്ല. ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അതിൽ നമ്മൾ പോകുന്നത് സ്വന്തം സാരിക്കാറ് മന്ദം ഓടി. എന്തായത് പെട്ടെന്ന് പാടേ ബിൽഡപ്പ് ജീവിക്കിങ്ങനെ പോകുന്നതുകൊണ്ടാണ്. പെട്ടെന്ന് എടുക്ക്. എന്തെത്ര ബുദ്ധിമുട്ട്. സമയം കത്തില്ല. വരുന്നുണ്ട്. നീലവണ്ടി കൊള്ളാതെ നല്ല അറ്റ്മോസ്ഫിയറാണ്. ജീവനക്കാർ നല്ല മാന്യതയുള്ള കണ്ടക്ടറിന് ഇടയ്ക്ക് കയറാൻ അപ്പോൾ തന്നെ അറിയേ. ഓക്കെ കണ്ടക്ടറും കയറിയില്ലല്ലേ, ടിക്കറ്റ് വേണം. നല്ല ഭക്തിമയമാണ് മാതാവൊക്കെ. പിന്നെ ഇങ്ങനത്തെ പാട്ടൊക്കെ കൊള്ളാം. നല്ല പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. പെട്ടെന്ന് എത്തും നമ്മുടെ കോളേജ്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് താമസിക്കും. എല്ലാവരും വേണ്ടേ. ഡ്രൈവറൊക്കെ നല്ല മൂട്ടാൻ തോന്നിയിട്ട് നല്ല പാട്ടൊക്കെ. കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയൊക്കെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയല്ല കേട്ടോ, നല്ലതായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചറാണ് ഞാൻ, കവിത. ഓക്കെ, പിള്ളേരോടൊക്കെ അന്വേഷിക്കണം. പിന്നെ ഇത് പോകുന്ന വഴി കേട്ടോ, കൊച്ചു പോകാം. എൻ്റെ കൊച്ചിൻ്റെ സ്കൂള് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൊച്ചുണ്ടെന്ന്. ഒരാൾ റൊമാൻസ് ആണോ?
ഇത്രയൊക്കെ തന്നെ എൻ്റെ ഒരു ദിവസം. ബൈ ബൈ.